എല്ലാവർക്കും നമസ്കാരം. നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി വീക്കിലി മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പ്രതീഷ് സരസ്വതി. അപ്പോൾ നമ്മളുടെ വീഡിയോയുടെ രീതി എന്നാൽ എല്ലാ ആഴ്ചയും ശനിയാഴ്ച രാവിലെയാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അതായത് കഴിഞ്ഞ ആഴ്ചയിലെ മാർക്കറ്റിൻ്റെ സ്വഭാവം എങ്ങനെയാണ്, അതുപോലെ തന്നെ ഈ ആഴ്ചയിലെ മാർക്കറ്റിൻ്റെ അല്ലെങ്കിൽ വരാനിരിക്കുന്ന ആഴ്ചയുടെ മാർക്കറ്റിൻ്റെ സ്വഭാവം എങ്ങനെയാണെന്ന് വ്യക്തമായിട്ട് നമ്മൾ പ്രൈസ് ആക്ഷൻ വെച്ച് അല്ലെങ്കിൽ മാർക്കറ്റിലുള്ള പ്രധാനപ്പെട്ട ഡേറ്റകൾ വെച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയാണ് നമ്മൾ തീർച്ചയായിട്ടും എല്ലാ ആഴ്ചയും വീഡിയോ ചെയ്യുന്നത്. ശരിക്കും പ്രൈസ് ആക്ഷൻ വെച്ച് പ്രൈസാണ് നമ്മുടെ മാർക്കറ്റിനെ മുകളിലേക്കും താഴേക്കും കൊണ്ടുപോകുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ഇൻഡിക്കേറ്റേഴ്സിനേക്കാൾ കൂടുതൽ നമ്മൾ പ്രൈസിന് അല്ലെങ്കിൽ പ്രൈസ് ആക്ഷന് കൂടുതൽ പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റ് എങ്ങനെ പോകുമെന്ന് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് തന്നെയാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത്. കഴിഞ്ഞ ആഴ്ചയിലെ വീഡിയോ ആയിക്കോട്ടെ, അതിന് തൊട്ടുമുള്ള വീഡിയോ ആയിക്കോട്ടെ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് പോയി കാണാവുന്നതാണ്. കാരണം നമ്മൾ എന്താണോ സംസാരിക്കുന്നത് അതിനനുസരിച്ച് പ്രൈസ് നമ്മൾ പറയുന്ന റേഞ്ചുകളിലേക്ക് നീങ്ങുന്നതായിട്ട് വ്യക്തമായിട്ട് കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ പലരും പറയുകയുണ്ടായി മാർക്കറ്റ് ഇനി ഒരു ബുൾ മൊമെൻറ്റത്തിലേക്ക് പോവുകയാണ്. ഈ സമയത്ത് നമ്മൾ 2 ആഴ്ചയോളം നമ്മൾ സംസാരിച്ചിരുന്നു, അല്ലെങ്കിൽ 3 ആഴ്ചയോളം സംസാരിച്ചിരുന്നത് എന്താണ്, മാർക്കറ്റ് നമ്മുടെ ബെയറിഷ് ടെറിട്ടറിയിലേക്ക് വരികയാണ് എന്ന് പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പലരും വിചാരിക്കും ഈ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ പലർക്കും ഇഷ്ടപ്പെടില്ല, കാരണം പലരുടെയും സ്റ്റോക്കുകൾ താഴേക്ക് പോകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത്. പക്ഷേ പലർക്കും ഇത് പറയുമ്പോൾ ഒരു വിഷമം ഉണ്ടാകും. പക്ഷേ മാർക്കറ്റിൻ്റെ ഡേറ്റകൾ എന്താണോ കഥ പറയുന്നത്, ഇത് മാത്രമാണ് ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. നമുക്കിനി നേരെ കഴിഞ്ഞ ദിവസം, അതായത് വെള്ളിയാഴ്ചത്തെ മാർക്കറ്റിനെക്കുറിച്ച് സംസാരിച്ചിട്ട് അതിന് തൊട്ടുമുമ്പുള്ള മാർക്കറ്റിനെക്കുറിച്ച് നമുക്ക് പറയാം. വെള്ളിയാഴ്ച, അതായത് ഇന്നലെ മാർക്കറ്റിൻ്റെ ഒരു കണ്ടീഷൻ നമുക്ക് നോക്കാം. ഇന്നലെ മാർക്കറ്റ് ശരിക്കും നിഫ്റ്റി മോർണിംഗിൽ ഇൻഡിക്കേറ്റ് ചെയ്തിരുന്നത് ഏറെക്കുറെ ഒരു 80 പോയിന്റിൻ്റെ ഗ്യാപ്പ് ഡൗൺ ആയിരുന്നു. പക്ഷേ എന്താണ് സംഭവിച്ചത്, മാർക്കറ്റ് ശരിക്കും ഒരു മുകളിലേക്ക് പോയൊരു ഗ്യാപ്പ് അപ്പിലാണ് ഓപ്പൺ ചെയ്തത്. ആ നിമിഷം തീർച്ചയായിട്ടും അറിയാൻ സാധിക്കുമായിരുന്നു, കാരണം അന്നുണ്ടാക്കിയിരുന്ന ആ ഒരു ഗ്യാപ്പ് ഡൗണിലേക്ക് തീർച്ചയായിട്ടും മാർക്കറ്റ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് പറഞ്ഞിരുന്നു. നോക്കൂ, നമ്മൾ തീർച്ചയായിട്ടും നമ്മളുടെ ടെലഗ്രാം ഗ്രൂപ്പുണ്ട്, ഇവിടെയൊക്കെ നമ്മൾ കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. മാർക്കറ്റിൻ്റെ സ്വഭാവത്തെക്കുറിച്ച്, മാർക്കറ്റ് ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടുത്തെ സ്വഭാവത്തെക്കുറിച്ച് വ്യക്തമായിട്ട് നമ്മൾ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ സംസാരിക്കാറുണ്ട്. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട്, തീർച്ചയായിട്ടും നിങ്ങൾ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ മാർക്കറ്റ് ഇന്നലെ അതിശക്തമായ ഒരു ക്രാഷ് താഴേക്ക് നടത്തിയുണ്ടായി. അതിനുശേഷം എന്താണ് സംഭവിച്ചത്, ക്രാഷ് എന്നാൽ ഏറെക്കുറെ വന്നു കഴിഞ്ഞാൽ നോക്കൂ, ഒരു 250 പോയിന്റിൻ്റെ ക്രാഷ് ഏറെക്കുറെ മാർക്കറ്റ് നടത്തി കഴിഞ്ഞു വെള്ളിയാഴ്ചയെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം എന്താണ് മാർക്കറ്റ് അതേ രീതിയിൽ മാർക്കറ്റ് മുകളിലേക്ക് കയറുകയും ആ ക്രാഷിനെ കവർ ചെയ്യുന്ന രീതിയിൽ മാർക്കറ്റ് മുകളിലോട്ട് കയറുകയും ചെയ്തു. അതുകൊണ്ട് എന്തുകൊണ്ടാണ് അതങ്ങനെ മുകളിലേക്ക് കയറിയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇപ്പോൾ റിസൾട്ടിൻ്റെ കാലഘട്ടമാണ്. റിസൾട്ടിൻ്റെ കാലഘട്ടത്തിൽ ഇന്നലെ TCSൻ്റെ റിസൾട്ട് വന്നിരുന്നു. TCSൻ്റെ റിസൾട്ട് എങ്ങനെയായിരുന്നു, കാരണം IT സെക്ടറിനെ സംബന്ധിച്ച് വളരെ മോശപ്പെട്ട കുറേ കഥകൾ കിടക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അല്ലേ. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ TCSൻ്റെ ഇന്നലത്തെ റിസൾട്ട് അത്ര ശുഭകരമല്ല എന്നാണ് എല്ലാവരും ചിന്തിച്ചതെങ്കിലും ആളുകളുടെ എക്സ്പെക്റ്റേഷന് മുകളിലായിരുന്നു ആ റിസൾട്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാരണം. അതുകൊണ്ട് തന്നെ TCS ഇന്നലെ 6% ഒരു ട്രാവൽ മുകളിലേക്ക് നടത്തി. അതിൻ്റെ ഫലമായിരുന്നു ഇന്നലെ മാർക്കറ്റ് താഴെ നിന്നും അതിശക്തമായിട്ട് മുകളിലേക്കൊന്ന് കയറുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. ഇതിൻ്റെ പിൻബലത്തിൽ തന്നെ നമ്മളുടെ IT സെക്ടറിൽ പെടുന്ന ഇൻഫോസിസും ഒരു 3% കയറുന്നതായിട്ട് കാണുവാൻ സാധിച്ചു. തീർച്ചയായിട്ടും വെയിറ്റേജ് ഉള്ള സ്റ്റോക്ക് ആയിട്ടുള്ള, അല്ലെങ്കിൽ വെയിറ്റേജ് ഉള്ള സ്റ്റോക്കുകൾ മൂന്നാമത് നിൽക്കുന്ന ഇൻഫിയും TCSും ഒക്കെ ഇങ്ങനെ ഒരു യാത്ര നടത്തുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ നിഫ്റ്റിയിൽ ശക്തമായ ഒരു മൂവിന് സാധ്യത കൂടുതലാണെന്ന് നമുക്കറിയായിരുന്നു. പക്ഷേ ഓവറോൾ നമ്മൾ സെക്ടോറൽ ഇൻഡെക്സ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ തന്നെയും മറ്റുള്ള സെക്ടറുകളെല്ലാം ഡൗണിലേക്കാണ് പോകുന്നത് കാണുവാൻ സാധിച്ചത്. ഇവിടെ ശരിക്കും നമ്മളെ ഏറെക്കുറെ കഴിഞ്ഞ ദിവസം ആയിക്കോട്ടെ, അതിന് മുന്നത്തെ ദിവസം ഏറെക്കുറെ നമ്മളെ സഹായിച്ചത് റിലയൻസ് ആയിരുന്നു. പക്ഷേ ബാക്കി എല്ലാ സ്റ്റോക്കുകളും ഇടിഞ്ഞ് താഴേക്ക് വന്നപ്പോൾ റിലയൻസ് നല്ലൊരു യാത്ര നടത്തി. കാരണം എന്തായിരുന്നു, അവരെ ജെഫ്രീസ് അപ്ഗ്രേഡ് ചെയ്തിരിക്കുന്നു എന്ന ഒരു വാർത്ത വന്നത് കാരണം റിലയൻസ് മുകളിലേക്ക് ഒരു യാത്ര നടത്തിയത് കാരണമായിരുന്നു നമ്മൾ ഏറെക്കുറെ വലിയൊരു തകർച്ചയിൽ നിന്നും കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ വ്യാഴാഴ്ച നമ്മുടെ മാർക്കറ്റിനെ ഏറെക്കുറെ പിടിച്ചു നിർത്തിയെന്ന് പറയാം. അല്ലെങ്കിൽ വലിയ റിലയൻസ് കൂടി താഴേക്ക് വന്നിരുന്നുവെങ്കിൽ ശക്തമായ കറക്ഷനിലേക്ക് മാർക്കറ്റ് വന്നേനെ. ഓരോ ദിവസവും ഓരോ സ്റ്റോക്കുകൾ നമ്മളെ സഹായിക്കുന്നുണ്ട്. വെയിറ്റേജുള്ള സ്റ്റോക്കുകളുടെ കഥകളാണ് പറയുന്നത്. അപ്പോൾ ഇനി മുന്നോട്ട് പോകുമ്പോൾ ഏതൊക്കെ സ്റ്റോക്കുകളുടെ റിസൾട്ടുകളാണ് വരാൻ പോകുന്നത് അതിനെക്കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഇന്നലെ TCS മുകളിലേക്ക് പോയി. അതിനുശേഷം മാർക്കറ്റിൻ്റെ ഓവറോൾ ഉള്ള ആ ഒരു ബെയറിഷ് രീതി കാണുവാൻ തന്നെ സാധിച്ചു. ശേഷം അതേ രീതിയിൽ തന്നെ അന്നുണ്ടാക്കിയ ആ ഒരു തിരിച്ചുപോക്ക് ഇല്ലാതാക്കുന്ന രീതിയിലേക്ക് മാർക്കറ്റ് വന്ന് ക്ലോസ് ചെയ്യുകയും ചെയ്തിരിക്കുന്നു. ഇനി മറ്റൊരു കഥ കൂടി ഇതിൻ്റെ കൂടെ നമുക്ക് ചേർത്ത് വായിക്കാൻ പറ്റുന്നത്, നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്ത ശേഷം US മാർക്കറ്റ് ട്രേഡ് ചെയ്തു അല്ലേ. US മാർക്കറ്റിൽ എന്താണ് അവിടെ നടന്ന കഥ, USൻ്റെ ഒരു പ്രധാനപ്പെട്ട ഡേറ്റ ഇന്നലെ വരുന്നുണ്ടായിരുന്നു. എന്തായിരുന്നു അത്, USൻ്റെ ജോബ് ഡേറ്റ വരുന്നുണ്ടായിരുന്നു. പക്ഷേ അവിടെ ജോബ് ഡേറ്റ വന്നപ്പോൾ അത് വളരെ ഹൈ ആയിട്ടാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇത് കാരണം തന്നെയാണ് 2025 അവർ കൂടുതൽ റേറ്റ് കട്ട് ഉണ്ടാകുമെന്ന് ആളുകൾ പ്രതീക്ഷിച്ചു. പക്ഷേ ഈ ഒരു USൻ്റെ ജോബ് ഡേറ്റ കാരണം, അല്ലെങ്കിൽ ഉയർന്ന ജോബ് ഡേറ്റ, അതായത് ഡിസംബറിലെ ഉയർന്ന ജോബ് ഡേറ്റ കാരണം തീർച്ചയായിട്ടും 2025 ഒരു വലിയ റേറ്റ് കട്ടിനുള്ള സാധ്യത കുറവാണ് എന്ന് ആളുകൾ ചിന്തിച്ചു.
ഇത് കാരണം US മാർക്കറ്റിൽ നല്ലൊരു കറക്ഷനാണ് കാണുവാൻ സാധിച്ചത്. S&P 500 ഒക്കെ നല്ല രീതിയിൽ കറക്റ്റ് ചെയ്ത് താഴേക്ക് വീഴുന്നതായിട്ട് കാണുവാൻ സാധിച്ചു. നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്ത് ട്രേഡ് ചെയ്ത് നമ്മളുടെ നിഫ്റ്റി ഏകദേശം ഒരു 200 പോയിന്റിനടുത്ത് വീണ്ടും തകർന്നിരിക്കുന്നു. അതായത് നിലവിലുള്ള ഈ ഒരു അവസ്ഥയിൽ നിന്നും വീണ്ടും താഴേക്ക് തകർന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതായത് തിങ്കളാഴ്ച മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു നല്ല ഗ്യാപ്പ് ഡൗണിലായിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നമ്മുടെ മാർക്കറ്റ് എന്ന് സാരം. അതുപോലെ തന്നെ നമ്മൾ റിസൾട്ടിന്റെ കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. അപ്പോൾ നമുക്ക് ഇനി പ്രധാനപ്പെട്ട റിസൾട്ട് എന്നത് നമ്മൾ കണ്ടതാണ്. TCSന്റെ റിസൾട്ട് വന്നത് കാരണം അതിശക്തമായിട്ട് മാർക്കറ്റ് റെക്കവർ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ റിസൾട്ട് കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും ശക്തമായിട്ടുള്ള വോളറ്റിലിറ്റിക്കുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് കാര്യം ആലോചിക്കുക. ഇത് 3-ാം സ്ഥാനത്ത് അല്ലെങ്കിൽ 4-ാം സ്ഥാനത്ത് നിൽക്കുന്ന വെയിറ്റേജ് ഉള്ള സ്റ്റോക്കിന്റെ ഒരു മൂവ്മെന്റ് ഇങ്ങനെ മൂവ് ചെയ്തുവെങ്കിൽ വരാൻ പോകുന്ന വെയിറ്റേജിന്റെ സ്ഥാനത്ത് 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഇൻഫോസിസിന്റെ റിസൾട്ട് ബുധനാഴ്ച വരുന്നുണ്ട്. ബുധനാഴ്ച വരുമ്പോൾ തീർച്ചയായിട്ടും അത് വ്യാഴാഴ്ച നമ്മുടെ എക്സ്പയറിയിലായിരിക്കും ഏറെക്കുറെ അത് റിഫ്ലക്ട് ചെയ്യുന്ന കാര്യം ഓർക്കുക. ഇതുപോലെ തന്നെ നമുക്ക് 2-ാം സ്ഥാനത്ത് നിൽക്കുന്ന ആരാണ്, റിലയൻസിന്റെ റിസൾട്ട് വ്യാഴാഴ്ച വരുന്നുണ്ട്. വ്യാഴാഴ്ച വരുമ്പോൾ അടുത്ത വെള്ളിയാഴ്ചയായിരിക്കും അത് അടുത്ത എന്നാൽ വരാൻ പോകുന്ന വെള്ളിയാഴ്ച അത് റിഫ്ലക്ട് ചെയ്യുന്ന കാര്യം ഓർക്കുക. അപ്പോൾ വെള്ളിയാഴ്ചയൊക്കെ നല്ല രീതിയിലുള്ള ചില കഥകളൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും എന്ന് സാരം. ഈ റിസൾട്ടുകൾ മോശമാണ് എങ്കിൽ തീർച്ചയായിട്ടും മാർക്കറ്റ് അതിശക്തമായി കറക്റ്റ് ചെയ്യാം. ഈ അതല്ല പോസിറ്റീവായിട്ടുള്ളതോ വലിയ കുഴപ്പമില്ലാത്ത അവസ്ഥയിൽ ആളുകളുടെ എക്സ്പെക്ടേഷന് മുകളിൽ നിൽക്കുന്നതൊക്കെ ആവുമ്പോൾ മാർക്കറ്റ് അതിശക്തമായിട്ട് പെട്ടെന്നൊരു ഷോർട്ട് കവറിങ് നടത്തുകയും ചെയ്യുന്നു. ഇത് തന്നെ നമ്മളുടെ മാർക്കറ്റിൽ ഇവിടെ ഇതേ രീതിയിൽ സ്വാധീനിക്കുകയും ചെയ്യും. പക്ഷേ റിസൾട്ട് കാലഘട്ടത്തിൽ പലപ്പോഴും നമ്മുടെ പ്രൈസ് ആക്ഷൻ വെച്ച് നിങ്ങൾ ട്രേഡ് ചെയ്യുമ്പോൾ ഇൻട്രാഡേ ലെവലിൽ ട്രേഡ് ചെയ്യുമ്പോൾ പലരും പെടുന്നത് ഇതുകൊണ്ട് തന്നെയാണ്. നോക്കൂ, മാർക്കറ്റിന്റെ ഓവറോളുള്ള രീതി ബെയറിഷ് തന്നെയാണ്. പക്ഷേ എന്താണ് സംഭവിച്ചത്, ഇവിടെ നിന്നും TCSന്റെ റിസൾട്ട് അതിശക്തമായി മുകളിലോട്ട് കയറി. അപ്പോൾ ഇൻട്രാഡേ ചെയ്ത ആളുകൾക്ക് വളരെ കുഴപ്പകരമായിട്ടുള്ള അവസ്ഥയായിരുന്നു. പക്ഷേ മാർക്കറ്റിന്റെ മൊത്തത്തിലുള്ള സ്വഭാവം എന്താണ്, ബെയറിഷാണ്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് പിന്നെ താഴേക്ക് വരികയും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഇൻട്രാഡേ ചെയ്യുന്നവർ വളരെ ശ്രദ്ധിച്ച് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. പക്ഷേ പൊസിഷണൽ ട്രേഡേഴ്സ് തീർച്ചയായിട്ടും പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അവസരം കൂടിയാണ് ഈ ഒരു മാർക്കറ്റ് എന്ന് പറയാം. അതുപോലെ തന്നെ ഇനി നമുക്ക് അടുത്ത ആഴ്ചയുള്ള പ്രധാനപ്പെട്ട ഇവന്റ് ഏതാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിനി തിങ്കളാഴ്ച ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ റിപ്പോർട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടയാണ് ബുധനാഴ്ച വരുന്ന US-ന്റെ ഇൻഫ്ലേഷൻ റിപ്പോർട്ട്. ഇത് രണ്ടും നിങ്ങൾക്ക് വാച്ച് ചെയ്യാവുന്നതാണ്. എല്ലാ ഇവന്റുകളും നമുക്ക് വെറുതെ നോക്കേണ്ട കാര്യമില്ല. പ്രധാനപ്പെട്ട ഇവന്റുകൾ മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതിയാവും. പിന്നെ പറയുവാനാണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് ഫെബ്രുവരി 1 ബജറ്റ് വരികയാണ്. തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ബജറ്റിൽ ഒരുപാട് പുതിയ കാര്യങ്ങളൊക്കെ കൊണ്ടുവരുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. വ്യക്തമല്ല എങ്കിലും ചില ന്യൂസുകൾ പുറത്തേക്ക് വരുന്നതനുസരിച്ച് 15 ലക്ഷം രൂപ വരെ ടാക്സിന്റെ ഇളവ് വരാനുള്ള സാധ്യതയുണ്ട് എന്ന ഒരു പോസിറ്റീവ് ന്യൂസ് പുറത്തേക്ക് വരുന്നുണ്ട്. പക്ഷേ അത് എത്രത്തോളം സത്യമാണ് എന്നറിയില്ല. തീർച്ചയായിട്ടും നമുക്കത് ഫെബ്രുവരി 1 മാത്രമേ സ്ഥിരീകരിക്കാൻ പറ്റത്തുള്ളൂ. ഇതുപോലെ തന്നെ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യം, ജനുവരി 20 എന്ന ദിവസം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. കാരണം US-ന്റെ ട്രംപ് അധികാരത്തിലേൽക്കുന്ന ആ ദിവസമാണ്. തീർച്ചയായിട്ടും അതിനുശേഷം അല്ലെങ്കിൽ ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ആ ഒരു സംസാരവും ഒക്കെ തീർച്ചയായിട്ടും മാർക്കറ്റിനെ സ്വാധീനിക്കാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്ന കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കുക. കാരണം അവിടുത്തെ പലിശ നിരക്കൊക്കെ ഇത്ര കുഴപ്പകരമായിട്ട് നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ സംസാരം എല്ലാവരും വളരെ ആകാംക്ഷയോടെ തന്നെ കാത്തിരിക്കുന്നു എന്നാണ്. മാർക്കറ്റിനെ അത് വളരെയധികം സ്വാധീനിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നേരെ നമുക്ക് നമ്മളുടെ നിഫ്റ്റിയുടെ ചാർട്ടിലേക്ക് വരാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 1 ഡേ ചാർട്ടാണ്. ഞാൻ ഈ കാര്യങ്ങൾ ഇനി സംസാരിക്കുന്നതിന് മുന്നേ ഒരു കാര്യം നിങ്ങളോട് പറയുകയാണ്. അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള ഐഡിയ അനുസരിച്ചുള്ള ചാർട്ടുകൾ, അതായത് ചാർട്ട് പാറ്റേണുകൾ ഇതൊക്കെ എനിക്ക് അയച്ചു തരാവുന്നതാണ്. കൊള്ളാവുന്നതാണ് എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ വീക്കിലി റിപ്പോർട്ടിൽ അതും ഉൾപ്പെടുത്തുന്നതായിരിക്കും. അതായത് പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് സപ്പോർട്ടും ഒക്കെ വരച്ചുകൊണ്ടുള്ള ഞാനിപ്പോൾ എന്താണോ നിങ്ങളെ ഇനി മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ കാണിക്കുന്നത് അതേ രീതിയിൽ അതിൽ നിന്ന് വ്യത്യസ്തമായ ഏതെങ്കിലും രീതിയിലുള്ള ഒരു പ്രൈസ് ആക്ഷൻ വെച്ചുള്ള ചാർട്ട് നിങ്ങൾക്ക്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ്, സപ്പോർട്ട്, പ്രധാനപ്പെട്ട ചാനലുകളൊക്കെ വരച്ചുകൊണ്ട് നിങ്ങൾക്ക് എനിക്ക് അയച്ചു തരാവുന്നതാണ്. തീർച്ചയായിട്ടും നല്ലതാണ് എങ്കിൽ തീർച്ചയായിട്ടും അത് എനിക്ക് ഉപകാരപ്പെടും, മറ്റുള്ളവർക്ക് ഉപകാരപ്പെടും. തീർച്ചയായിട്ടും നിങ്ങൾ അയച്ചു തരിക. നല്ലതാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതും ഇവിടെ വിശകലനം ചെയ്യുന്നതായിരിക്കും. അതെങ്ങനെയാണ് അയച്ചു തരേണ്ടത് എന്നാൽ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ അയച്ചു തരാവുന്നതാണ്. നിങ്ങളുടെ പേര്, സ്ഥലം ഇതുകൂടി ഒന്ന് മെൻഷൻ ചെയ്യുന്നത് നന്നായിരിക്കും. നമുക്കിനി നിഫ്റ്റിയുടെ കേസിലേക്ക് വരാം. നിഫ്റ്റിയുടെ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ നോക്കൂ, നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്ത ശേഷം ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോ എന്നാൽ ഈ കാണുന്ന നോക്കൂ, വെള്ളിയാഴ്ച മാർക്കറ്റ് ക്ലോസ് ചെയ്ത ശേഷമാണ് നമ്മൾ വീഡിയോ ചെയ്തത്, തിങ്കളാഴ്ച ചെയ്തത് അല്ലേ. അതിനുശേഷം മാർക്കറ്റ് നോക്കൂ, 1, 2, 3, 4, 5 ദിവസം മാർക്കറ്റ് ട്രേഡ് ചെയ്തു, ഇന്നലെ ഉൾപ്പെടെ. അപ്പോൾ അതിനുശേഷം എന്താണ് സംഭവിച്ചിരിക്കുന്നത്, നല്ലൊരു ബെയറിഷിലേക്ക് മാർക്കറ്റ് ഇറങ്ങിയിരിക്കുന്നു. നമ്മൾ എന്തായിരുന്നു കഴിഞ്ഞ ആഴ്ച സംസാരിച്ചിരുന്നത്, തീർച്ചയായിട്ടും മാർക്കറ്റ് നല്ലൊരു ബെയറിഷിലോട്ട് വന്നിരിക്കുമെന്ന് പറഞ്ഞിരുന്നു അല്ലേ. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. വ്യാഴാഴ്ച ഉണ്ടാക്കിയ ആ ഒരു ഷോർട്ട് കവറിങ് ഒരിക്കലും നിങ്ങൾ വിശ്വസിക്കരുത്. അതൊരിക്കലും ബുൾ മൊമെന്റത്തിലോട്ട് പോകാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞ കഥകളാണ് അല്ലേ. അത് തന്നെയല്ലേ ഇവിടെ നടന്നിരിക്കുന്നത്. ഇത് വെറും ഷോർട്ട് കവറിങ് ആയിട്ട് മാറുന്നു. അതിനുശേഷം മാർക്കറ്റ് അതിൻ്റെ സ്വഭാവത്തിൽ തീർച്ചയായിട്ടും താഴേക്ക് വരുന്നതായിട്ടും കാണുവാൻ സാധിക്കുന്നു. താഴേക്ക് വരുമ്പോൾ മറ്റൊരു കാര്യം, നമ്മൾ എല്ലാ ആഴ്ചയും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം കൂടി പറയുകയാണ്. നോക്കൂ,
ഇവിടെ എന്ത് പാറ്റേൺ ആണ് രൂപപ്പെട്ടിരിക്കുന്നത്? ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞു അല്ലേ? ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ എന്നാൽ അതിൻ്റെ ഒരു ബെയറിഷ് രീതി മാർക്കറ്റിൽ കാണിക്കുന്ന രീതിയാണ് എന്നതാണ് സാരം. അപ്പോൾ അത് തന്നെയാണ് മാർക്കറ്റിൽ നടക്കുന്നത്. ഇവിടെ ഷോൾഡർ ക്രിയേറ്റ് ചെയ്തു, നേരെ ഹെഡ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു, വീണ്ടും ഇവിടെ ഒരു ഷോൾഡർ കൂടി വന്നിരിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. അതിനുശേഷം നമ്മളുടെ 200 മൂവിംഗ് ആവറേജും ബ്രേക്ക് ചെയ്ത് താഴേക്ക് വന്ന് എന്താണ് ഇതിൻ്റെ ശരിക്കുമുള്ള സ്വഭാവം? തീർച്ചയായിട്ടും ഇവിടെ നിന്ന് താഴേക്ക് വീഴുക എന്നതാണ് ഈ പാറ്റേണിൻ്റെ ഒരു പ്രത്യേകത എന്നതാണ് വളരെ വിഷമകരമായി തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇൻവെസ്റ്റേഴ്സിനൊക്കെ അത്ര സുഖകരമല്ലാത്ത ഒരു കണ്ടീഷനുള്ള പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് കാണുവാൻ സാധിക്കും. ഇനി നമുക്ക് നമ്മുടെ ആ ഒരു ചാർട്ട് പാറ്റേണിലേക്ക് ഒന്ന് പോകാം. ഇതേ ചാനൽ തന്നെയാണ് നമ്മൾ നേരത്തെ വരച്ചിരുന്നത്. ആ ചാനലിൽ എവിടേക്കാണ് മാർക്കറ്റ് റെസ്പെക്ട് ചെയ്യുന്നത്, എവിടെയൊക്കെ സപ്പോർട്ട് എടുക്കുന്നു, എവിടെയൊക്കെ റെസിസ്റ്റൻസ് എടുക്കുന്നു, ഇതെല്ലാം നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയതാണ്. അപ്പോൾ മാർക്കറ്റ് താഴേക്ക് വരുന്നു, നമ്മളുടെ ഈ ഒരു ചാനലിൽ നിന്ന് സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് മുകളിലേക്ക് പോയി അതേ ചാനലിൽ നിന്ന് റെസിസ്റ്റൻസ് ആയിട്ട് താഴേക്ക് വീഴുകയും വീണ്ടും പ്രധാനപ്പെട്ട സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് ഒന്ന് റീട്രേസ് എടുത്ത ശേഷം മാർക്കറ്റ് താഴേക്ക് വരുന്നു. ആ ചാനലിനെ ഇപ്പോൾ ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോയിരിക്കുന്നു. അപ്പോൾ മാർക്കറ്റ് അതിൻ്റെ ബെയറിഷ് രീതിയിലേക്ക് കുറച്ചുകൂടെ പവർഫുൾ ആയിട്ട് മുന്നോട്ട് പോകുന്നതാണ് കാണുവാൻ സാധിക്കുന്നത്. ശരിക്കും നോക്കൂ, ഇവിടെ പ്രൈസ് ആക്ഷൻ എത്ര മനോഹരമായിട്ടാണ് വർക്കായിരിക്കുന്നത്. ഈ ചാനലിൽ നിന്ന് വളരെ മനോഹരമായിട്ട് സപ്പോർട്ട് എടുത്തു, മുകളിലേക്ക് പോകുന്നു, അതിനുശേഷം ഇവിടുന്ന് റെസിസ്റ്റൻസ് എടുക്കുന്നു, താഴേക്ക് വരുന്നു, വീണ്ടും സപ്പോർട്ട് എടുത്ത് നമുക്കറിയാം, നമ്മൾ സംസാരിച്ചിരുന്നതാണ് എന്ത്, ഇവിടുന്ന് മാർക്കറ്റ് ഒന്ന് റീട്രേസ് ചെയ്യാനുള്ള സാധ്യത മുകളിലേക്ക് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ? അത് തന്നെ ഇവിടെ സംഭവിക്കുകയും ചെയ്തു. അതിനുശേഷം മാർക്കറ്റ് കറക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു, തീർച്ചയായിട്ടും കറക്റ്റ് ചെയ്തു. അതിനുശേഷം ഏത് പ്രധാനപ്പെട്ട ഏരിയ നോക്കണമെന്ന് നിങ്ങളോട് പറഞ്ഞിരുന്നത്, നമ്മളുടെ ഈ ഒരു ചാനലിൻ്റെ ഈ ഒരു സപ്പോർട്ട് ഏരിയ നോക്കുക എന്ന് പറഞ്ഞിരുന്നു അല്ലേ? അപ്പോൾ ആ ഒരു സപ്പോർട്ട് ഏരിയ കൂടി ബ്രേക്ക് ചെയ്തിരിക്കുന്നു. അതിനൊപ്പം എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഒന്നുകൂടി നമുക്കൊന്ന് ഒരു കൺഫേം നൽകുന്ന രീതിയിൽ 200 മൂവിംഗ് ആവറേജും അവിടെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും ബ്രേക്ക് ചെയ്ത് താഴേക്ക് വന്നപ്പോൾ ഈ ഒരു ബെയറിഷ് രീതി സാധൂകരിക്കുന്ന രീതി തന്നെയാണ് മാർക്കറ്റിൽ നിലനിൽക്കുന്നതെന്ന് കാണുവാൻ സാധിക്കുന്നു. ഇന്നലെ നമ്മളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഓൾറെഡി സംസാരിച്ച കാര്യമാണ്. അതായത് 23,460 എന്ന റേഞ്ച് പ്രധാനപ്പെട്ട റേഞ്ചാണെന്ന് പറഞ്ഞിരുന്നു. ആ റേഞ്ച് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിഫ്റ്റിയിൽ നല്ലൊരു കറക്ഷന് സാധ്യത കൂടുതലാണെന്ന് പറഞ്ഞു. അതായത് 23,268 നിഫ്റ്റി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് നമ്മളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ സംസാരിച്ചിരുന്ന കാര്യം തന്നെയാണ്. അത് തന്നെയാണ് മാർക്കറ്റിൽ ഇപ്പോൾ നടക്കുകയും ചെയ്യുന്നത്. നാളെ മാർക്കറ്റ് ഏറെക്കുറെ ഒരു 200 പോയിന്റിന്റെ ഗ്യാപ്പ് ഡൗൺ ആണ് നിഫ്റ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ആ ഒരു റേഞ്ചിനടുത്തേക്ക് 23,268 എന്ന റേഞ്ചിനും താഴെ ഒരു പക്ഷേ പോകാം. പക്ഷേ ഈ ഒരു റേഞ്ച് നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. 23,268 എന്ന റേഞ്ച് വളരെ പ്രധാനപ്പെട്ട ഒരു റേഞ്ചാണ്. അത് ബ്രേക്ക് ചെയ്ത് താഴെ സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും മാർക്കറ്റ് 22,800 എന്ന റേഞ്ചിലേക്ക് വരുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഈ ഏരിയകളൊക്കെ നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. പ്രധാനപ്പെട്ട പ്രൈസ് സോണുകളാണ്. അതായത് 23,263 എന്ന റേഞ്ച് നിങ്ങളൊരു സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ നോക്കേണ്ടത് 22,800 എന്ന റേഞ്ച് മാർക്ക് ചെയ്യുക. അപ്പോൾ നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട 2 റേഞ്ചുകളാണ് ഇവിടെ ഈ കൊടുത്തിരിക്കുന്നത്. നമ്മളുടെ 22,800 എന്ന റേഞ്ചൊക്കെ ബ്രേക്ക് ചെയ്താൽ നിഫ്റ്റിയെ സംബന്ധിച്ചൊരു ലോങ് ബെയറിഷിലേക്ക് മാർക്കറ്റ് പോകുന്നതായിട്ട് സാധ്യതയുണ്ട്. അതല്ല, ഈ പറയുന്ന ഏരിയയിൽ നിന്നൊക്കെ മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് റിക്കവർ ആവാനുള്ള സാധ്യതയുണ്ടോ എന്ന് തീർച്ചയായിട്ടും നോക്കുക. മാർക്കറ്റ് ഏറെക്കുറെ ഈ റേഞ്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ചെറിയ കൺസോൾട്ടേഷനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത്. ഇനി ഞാനൊരു ബുള്ളിഷ് എന്ന രീതിയിലേക്ക് ഇനി എന്നാണ് നമുക്ക് കാണുവാൻ സാധിക്കുക? 2 കാര്യങ്ങൾ നോക്കാം നമുക്ക്. ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടത്താണ് 23,900 ഇവിടെ വെച്ചിട്ടുണ്ട് അല്ലേ? 23,900 എന്ന പ്രധാനപ്പെട്ട ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് അല്ലെങ്കിൽ ഒരു മൊമെന്റത്തിൽ വന്ന് നിൽക്കുകയാണ് എങ്കിൽ നമ്മളുടെ നിലവിലുള്ള ഈ ഒരു ബെയറിഷിൽ നിന്ന് അല്പം ആശ്വാസം കിട്ടിയെന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി അതല്ല, ഇവിടെ നിന്ന് മാർക്കറ്റ് മുകളിലേക്ക് പോയി 24,200 മുകളിൽ മാർക്കറ്റ് നല്ല മൊമെന്റത്തിൽ സസ്റ്റെയിൻ ചെയ്യുകയാണ് എങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് വീണ്ടും ഒരു ബുൾ റാലിയിലേക്ക് മാർക്കറ്റ് നീങ്ങാനുള്ള സാധ്യതയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതല്ലാത്ത രീതിയിൽ തീർച്ചയായിട്ടും നമ്മുടെ മാർക്കറ്റ് ഒരു ബെയറിഷ് രീതി തന്നെയാണ് കൈക്കൊള്ളുന്നത്. മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നതനുസരിച്ച് നല്ല രീതിയിൽ മാർക്കറ്റ് താഴേക്ക് സെല്ല് ചെയ്തിടുന്ന ഒരു രീതിയാണ് ഇപ്പോൾ കാണുന്നത്. അതായത് മാർക്കറ്റ് എത്ര മുകളിലേക്ക് കയറുന്നോ മുകളിൽ നിന്നും ആളുകൾ സെല്ല് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ് ഇപ്പോൾ നിലവിൽ മാർക്കറ്റിൽ നിൽക്കുന്നതെന്ന് കാണുവാൻ സാധിക്കും. ഇത് തന്നെയാണ് നമ്മൾ വെള്ളിയാഴ്ച കണ്ടത് അല്ലേ? അതായത് വെള്ളിയാഴ്ച മാർക്കറ്റ് ശക്തമായി റിക്കവർ ചെയ്തു, പക്ഷേ മുകളിൽ നിന്ന് നല്ല രീതിയിൽ സെല്ല് ചെയ്ത് താഴേക്ക് ഇടുന്നതാണ് കാണുവാൻ സാധിച്ചത്. അപ്പോൾ ഈ ഒരു രീതിയാണ് മുന്നോട്ടുള്ള ദിവസങ്ങളിലും മാർക്കറ്റ് അവലംബിക്കുക എന്ന് തന്നെ പറയാം. നമ്മൾ ഈ പറയുന്ന പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ആയിട്ടുള്ള 23,900 മുകളിൽ മൊമെന്റത്തിൽ ക്ലോസ് ചെയ്താൽ നമ്മളുടെ ബെയറിഷ് എന്ന രീതി അല്പം മാറി എന്ന് പറയാം. ഇനി അതല്ല, 24,200 മുകളിൽ, അല്ലെങ്കിൽ ശരിക്കും പറയുകയാണെങ്കിൽ 24,228 മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്ത് മൊമെന്റത്തിൽ തന്നെ സസ്റ്റെയിൻ ചെയ്യണം. അങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഒരു ബുൾ മൊമെന്റത്തിലേക്ക് മാർക്കറ്റ് നീങ്ങാൻ പോകുന്നുവെന്ന് സാരം. അതല്ലാത്ത രീതിയിൽ തീർച്ചയായിട്ടും മാർക്കറ്റ് നിലവിൽ ബെയറിഷ് രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇനി മാർക്കറ്റ് ഒരു പക്ഷേ മുകളിലേക്ക് നീങ്ങിയാൽ തന്നെയും സ്വാഭാവികമായും സംഭവിക്കേണ്ട ഒരു റീട്രേസ്മെന്റ് ഇവിടെ ഉണ്ടല്ലേ? അത് എവിടെ വന്ന് സംഭവിക്കുമെന്ന് നമുക്ക് തീർച്ചയായിട്ടും നോക്കാം. തീർച്ചയായിട്ടും നാളെ ഒരു ഗ്യാപ്പ് ഡൗൺ ആണ്. അതിനുശേഷം മാർക്കറ്റ് ഇവിടെ നിന്ന് മുകളിലേക്ക് വന്ന് ഈ ഒരു റേഞ്ചിൽ വന്ന് റീട്രേസ് എടുക്കുകയാണോ അതോ
ശക്തമായ ഒരു ഷോർട്ട് കവറിങ്ങിനുള്ള സാധ്യത ഉണ്ടോ എന്ന് തീർച്ചയായും നോക്കുക. അതായത് ഷോർട്ട് കവറിങ് എന്നാൽ ഇവിടെ നിന്ന് ശക്തമായി മുകളിലേക്ക് പോയി എവിടെയാണ് ഇനി പോയാൽ തന്നെയും നമ്മുടെ 23,750 എന്ന നമ്മുടെ ഈ ഒരു ചാനലുണ്ടല്ലോ, ഈ ഒരു ചാനലിൻ്റെ ഭാഗത്ത് നിന്നും അല്ലെങ്കിൽ 200 മൂവിങ് ആവറേജിൻ്റെ ഭാഗത്ത് നിന്നും 23,700 എന്ന് നമുക്ക് ഏറെക്കുറെ പറയാം. ആ റേഞ്ചിൽ നിന്ന് മാർക്കറ്റ് ഒരു ഷോർട്ട് കവറിങ് നടത്തി താഴേക്ക് വീഴാനാണോ പ്ലാൻ എന്നും തീർച്ചയായിട്ടും നിങ്ങൾക്ക് നോക്കാം. ഇനി ഒരു മുകളിലേക്ക് ഒരു ഷോർട്ട് കവറിങ് നടത്തിയാലുള്ള കഥയാണ് ഈ പറയുന്നത്. സ്വാഭാവികമായിട്ടും മാർക്കറ്റ് ഒരു ബെയറിഷ് രീതിയാണ് എങ്കിലും ഇടയ്ക്കൊക്കെ ഒരു ഷോർട്ട് കവറിങ് നടക്കാറുണ്ടല്ലേ. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ മാർക്കറ്റ് വരാനുള്ള സാധ്യത 2 കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ നിന്ന് മുകളിലേക്ക് വന്ന് ഈ ഒരു റേഞ്ച്, അതായത് 23,450 23,500 എന്ന റേഞ്ചിൽ വന്നൊരു ഷോർട്ട് കവറിങ് നടത്തി റെസിസ്റ്റൻസ് ആയിട്ട് താഴേക്ക് വീഴുകയാണോ, അതല്ല ശക്തമായ ഒരു മൊമെന്റം മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾ ഒരിക്കലും ഒരു ബുൾ മൊമെന്റമായിട്ട് കരുതാൻ പാടില്ല. എവിടം വരെ പോകാം? ഒരു പക്ഷേ 750 വരെ പോകാം. അതിനുശേഷം അവിടെ നിന്നും മാർക്കറ്റ് റിജക്ട് ചെയ്യാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ ഈ ഒരു റേഞ്ച് അല്ലെങ്കിൽ ഈ ഒരു തിരിച്ചുപോക്ക് കണ്ട് നിങ്ങൾ ഒരിക്കലും മാർക്കറ്റിന്റെ ബുൾ മൊമെന്റം എന്ന രീതിയിൽ കണക്ക് കൂട്ടാൻ പാടില്ല. അതുകൊണ്ടാണ് ഇതുകൂടി പറഞ്ഞു തന്നത്. നമുക്ക് നേരെ ഇനി നിഫ്റ്റിയുടെ വീക്കിലി ക്യാൻഡിൽ കൂടി ഒന്ന് എടുത്ത് നോക്കാം. നോക്കൂ, വീക്കിലി ക്യാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റിയിൽ നല്ലൊരു ബെയറിഷ് രീതിയിലേക്ക് തന്നെ വന്ന് നിൽക്കുന്ന മാർക്കറ്റിനെയാണ് കാണുവാൻ സാധിക്കുന്നത്. ഒട്ടും ശുഭകരമല്ലാത്ത രീതിയാണ് ശരിക്കും ഈ ഒരു പാറ്റേൺ ഒക്കെ കാണുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. നോക്കൂ, നല്ല രീതിയിൽ കറക്റ്റ് ചെയ്ത് താഴേക്ക് വരുന്നു. അതിനുശേഷം മാർക്കറ്റ് ശക്തമായി മുകളിലേക്ക് പോയി നമ്മുടെ പ്രധാനപ്പെട്ട ചാനൽ റെസിസ്റ്റൻസ് എടുത്ത് വീണ്ടും ശക്തമായി കറക്റ്റ് ചെയ്തു. അതിനുശേഷം ചാനലും ബ്രേക്ക് ചെയ്ത് താഴേക്ക് വന്ന് നിൽക്കുന്നു. പ്രധാനപ്പെട്ട റേഞ്ച് എല്ലാം ബ്രേക്ക് ചെയ്ത് നിൽക്കുകയാണ്. അതിനോടൊപ്പം നിങ്ങൾക്ക് മറ്റൊരു കാര്യം കൂടി ഇവിടെ നമുക്ക് നോക്കാം. അതായത് നിഫ്റ്റിയുടെ 1 ഡേ ചാർട്ടാണിത്. അതിനുശേഷം നമ്മൾ RSI ഇവിടെ ഇട്ടിരിക്കുകയാണ്. RSI ഇടുന്ന സമയത്ത് തന്നെ ഇവിടെ നോക്കൂ, RSI 37.77 ആണ്. ശരിക്കും നിഫ്റ്റി ഒരു ബെയറിഷിലേക്ക് പൂർണ്ണമായിട്ട് വന്നിട്ടില്ല എന്നാണ് RSI ഇവിടെ കാണിക്കുന്നത്. കണ്ടില്ലേ, ഇനിയും നല്ല രീതിയിൽ കറക്റ്റ് ചെയ്യാൻ നിഫ്റ്റിക്ക് ഉണ്ട് എന്ന രീതിയിലാണ് RSI ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നിഫ്റ്റി ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു കറക്ഷനിലേക്ക് ശരിക്കും വന്നിട്ടില്ല എന്ന് തന്നെയാണ് ഇവിടെ RSIയും കാണിക്കുന്നത്. അതും ഡേറ്റകൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ബെയറിഷ് രീതിയിലേക്ക് മാർക്കറ്റ് കൂടുതൽ വരാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണിക്കുകയും ചെയ്യുന്നത്. ഇനി നമുക്ക് നേരെ ബാങ്ക് നിഫ്റ്റിയുടെ കേസിലേക്ക് വരാം. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് നമ്മൾ നേരത്തെ എന്തായിരുന്നു സംസാരിച്ചിരുന്നത്? ഈ 200 മൂവിങ് ആവറേജിനെ കുറിച്ച് പറഞ്ഞിരുന്നു അല്ലേ. അതായത് 200 മൂവിങ് ആവറേജ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് തീർച്ചയായിട്ടും ഈ റേഞ്ചിലേക്ക് വരുമെന്ന് പറഞ്ഞിരുന്നു അല്ലേ. പക്ഷേ അതിശക്തമായി 200 മൂവിങ് ആവറേജ് വളരെ ശക്തമായിട്ട് ബ്രേക്ക് ചെയ്തിരിക്കുന്നു. അതിനുശേഷം മാർക്കറ്റ് എങ്ങോട്ട് വരുമെന്ന് പറഞ്ഞിരുന്നു? നമ്മളുടെ ഈ ഒരു 49,700 റേഞ്ച് എന്ന ഈ ഒരു റേഞ്ചിലേക്ക് വരുമെന്ന് പറഞ്ഞിരുന്നു. അവിടെ തന്നെ മാർക്കറ്റ് വരുന്നു. ഒന്ന് സസ്റ്റെയിൻ ചെയ്യാൻ ശ്രമിച്ചുവെങ്കിലും അതും ബ്രേക്ക് ചെയ്ത് നമ്മുടെ പ്രധാനപ്പെട്ട ട്രെൻഡ് ലൈനും ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് നല്ലൊരു ബെയറിഷിലോട്ട് മാറിയിരിക്കുന്നു. ശരിക്കും നിഫ്റ്റിയെ താഴേക്ക് കൊണ്ടുവരുന്നതിൽ ബാങ്കിങ് സെക്ടർ വളരെയധികം പങ്കുവഹിച്ചിരിക്കുന്നു എന്ന് കാണുവാൻ സാധിക്കും. നിഫ്റ്റിയേക്കാൾ കൂടുതൽ ബെയറിഷ് രീതി ഇവിടെ കാണിക്കുന്നത് ബാങ്കിങ് സെക്ടർ ആണെന്ന് കാണുവാൻ സാധിക്കും. നോക്കൂ, നമ്മൾ ഈ വരച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ഈ ഒരു ട്രെൻഡ് ലൈനൊക്കെ വളരെ ഈസി ആയിട്ടാണ് ബാങ്ക് നിഫ്റ്റി ഇവിടെ താഴേക്ക് ബ്രേക്ക് ചെയ്ത് വീണിരിക്കുന്നത് കാണുവാൻ സാധിക്കും. പക്ഷേ ഇത്രയും താഴെ വന്നുവെങ്കിലും ആ ബാങ്ക് നിഫ്റ്റി എവിടേക്കാണ് വന്ന് വീണിരിക്കുന്നത്? ഒരു പ്രധാനപ്പെട്ട പ്രൈസ് സോണിലേക്കാണ് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. കണ്ടില്ലേ, ഒരു പ്രധാനപ്പെട്ട ഒരു പ്രൈസ് സോണിലേക്കാണ് ബാങ്ക് നിഫ്റ്റി വന്ന് വീണിരിക്കുന്നത്. ഇനി ഇവിടെ നിന്നും ശക്തമായ ഒരു കറക്ഷൻ ഉണ്ടാവുമോ ബാങ്ക് നിഫ്റ്റിയിൽ എന്ന് തീർച്ചയായിട്ടും ആലോചിക്കേണ്ട കാര്യം തന്നെയാണ്. കാരണം ഒരു പക്ഷേ ഇവിടേക്കൊക്കെ വന്ന ശേഷം ഒന്ന് നാളെ ഒരു ഗ്യാപ് ഡൗൺ ആണ്, അതിനുശേഷം വന്ന് ഒന്ന് റിക്കവർ ആവാനുള്ള ശ്രമം ബാങ്ക് നിഫ്റ്റി നടത്താനുള്ള സാധ്യതയുണ്ട്. കാരണം എന്താണ്, നമുക്ക് ഇവിടേക്ക് പോയ ശേഷം നമുക്കിവിടെ ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ട് കൂടി നോക്കാം. അതിന്റെ RSI എന്താണ് ഇവിടെ കാണിക്കുന്നത് നോക്കാം. നോക്കൂ, ബാങ്ക് നിഫ്റ്റിയുടെ RSI കാണിക്കുന്നത് അതൊരു ഓവർസോൾഡിലേക്ക് പോയ രീതിയാണ്. 28.50 ആണ് അതിന്റെ RSI. തീർച്ചയായിട്ടും ഒരു ഓവർസോൾഡിലേക്ക് പോയതായിട്ട് കാണുവാൻ സാധിക്കുന്നു. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും എന്തായിരിക്കും ഇവിടെ കഥ പറയുന്നത്? തീർച്ചയായിട്ടും മാർക്കറ്റ് ഈ പ്രൈസ് സോണിലേക്കാണ് ബാങ്ക് നിഫ്റ്റി വന്ന് വീഴുന്നത്. അങ്ങനെ വീഴുകയാണ് എങ്കിൽ ഇവിടെ ഒന്ന് തിരിച്ച് ചെറുതായിട്ടൊന്ന് റിക്കവർ ചെയ്യാനുള്ള ശ്രമം ബാങ്ക് നിഫ്റ്റി നടത്താം. നാളെ ശരിയാണ് നല്ലൊരു ഗ്യാപ് ഡൗണിലേക്ക് വന്നു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ഈ പ്രൈസ് സോണിലേക്ക് ബാങ്ക് നിഫ്റ്റി വന്ന് വീഴുകയാണ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ നിന്നും ചെറിയ രീതിയിൽ ഒന്ന് മുകളിലേക്കൊന്ന് ജമ്പ് ചെയ്യാനുള്ള സാധ്യത ബാങ്ക് നിഫ്റ്റിക്കുണ്ട് മുന്നോട്ടുള്ള ദിവസം. ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്യുക. അതായത് മാർക്കറ്റ് ഇനി താഴേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെയും ഇവിടെ നിന്നും ഒരു റീട്രേസ് എടുത്താലും പരമാവധി എവിടം വരെയാണ്? നമ്മൾ ഈ പറയുന്ന 49,800 എണ്ണം കൂട്ടാം നമുക്ക് അല്ലേ. അതായത് 800 എന്ന് കൂട്ടുക എന്നാൽ നമ്മുടെ ഈ ഒരു ട്രെൻഡ് ലൈൻ അടുത്തേക്കൊക്കെ പോയി മാർക്കറ്റ് ഒന്ന് റീട്രേസ് എടുത്ത് താഴേക്ക് വീഴുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് കൂടി ഓർക്കുക. ഇതിനൊപ്പം പറയേണ്ട മറ്റൊരു കാര്യം എന്നാൽ മാർക്കറ്റ് ഹൈലി വോളറ്റിൽ ആയിരിക്കും വരുന്ന ആഴ്ചകളിലെല്ലാം. കാരണം എന്താണ്, നമ്മളുടെ റിസൾട്ട് കാലഘട്ടമാണ്. അപ്പോൾ നമ്മളുടെ വെയിറ്റേജുള്ള സ്റ്റോക്കിൽ 1-ാം നമ്പറിൽ നിൽക്കുന്ന ആരാണ്? നമ്മളുടെ HDFC ബാങ്കാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ റിസൾട്ട് ഇനി വരും. അപ്പോൾ ആ വരുന്ന സമയത്തൊക്കെ അതൊക്കെ നല്ല പോസിറ്റീവിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബാങ്ക് നിഫ്റ്റി നല്ല രീതിയിൽ ഒരു ഷോർട്ട് കവറിങ് മുകളിലേക്ക് നടത്താനുള്ള സാധ്യതയുണ്ട്. അതെല്ലാം മോശമാണെങ്കിൽ കൂടുതൽ കറക്ഷനിലേക്ക് വീഴാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ
ഈ റിസൾട്ടുകൾ ഒരു പ്രധാന ഘടകമാണ്. അത് നമുക്ക് ഒരിക്കലും പ്രൈസ് ആക്ഷൻ വെച്ച് അവിടെ കണക്കൂട്ടാൻ സാധിക്കത്തില്ല. അത് ഇൻട്രാഡേ ലെവലിൽ നിങ്ങൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷിച്ച് തന്നെ ചെയ്യണം. പൊസിഷൻ ട്രേഡേഴ്സിന് ഇതൊരു തലവേദനയായിട്ട് വരികയും ചെയ്യും. നമുക്കിനി ബാങ്ക് നിഫ്റ്റിയുടെ വീക്ക്ലി ചാർട്ടിലേക്ക് വരാം. വീക്ക്ലി ചാർട്ട് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് പ്രധാനപ്പെട്ട ഒരു ട്രെൻഡ് ലൈൻ ഒക്കെ ബ്രേക്ക് ചെയ്ത് നിൽക്കുന്ന ബാങ്ക് നിഫ്റ്റിയാണ് കാണുവാൻ സാധിക്കുന്നത് അല്ലേ. പക്ഷേ നോക്കൂ, ഈ ഒരു ഭാഗം പ്രധാനപ്പെട്ട ഒരു പ്രൈസ് സോൺ ആണ് ഞാൻ പറഞ്ഞു. ആ പ്രൈസ് സോണിലേക്കാണ് ബാങ്ക് നിഫ്റ്റി വരുന്നത്. നാളെ മാർക്കറ്റ് ഗ്യാപ് ഡൗണിൽ വന്നാൽ തന്നെ ഈ പ്രൈസ് സോണിൽ വന്ന് സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് ഒന്ന് റിക്കവർ ചെയ്യാൻ ശ്രമിക്കുമോ എന്ന് തീർച്ചയായിട്ടും നിങ്ങൾ നോക്കുക. അതല്ല ഈ പ്രൈസ് സോണിൽ വന്ന് ചെറുതായിട്ട് കൺസോൾഡേറ്റ് ചെയ്ത് ബെയറിഷ് രീതി നിൽക്കുകയാണോ, ഇവിടെ ഒക്കെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഈ ഒരു പ്രൈസ് സോൺ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബാങ്ക് നിഫ്റ്റി നല്ലൊരു ക്രാഷിലേക്ക്, അതായത് 200 മൂവിംഗ് ആവറേജിനടുത്തൊക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് ഓർക്കുക. ഇതൊരു പ്രധാനപ്പെട്ട പ്രൈസ് സോണിലേക്കാണ് ബാങ്ക് നിഫ്റ്റി വന്ന് വീണിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് നിഫ്റ്റിയുടെ ചാർട്ടിലേക്ക് ഒന്നുകൂടി വരാം. അതിനുശേഷം നമ്മൾ വൺ ഡേ ചാർട്ട് എടുത്ത ശേഷം നമുക്ക് ഫെബിനോസി റീട്രേസ് നമുക്കൊന്ന് നോക്കാം. അതായത് മാർക്കറ്റിൻ്റെ കണ്ടീഷൻ എങ്ങനെ വരാനാണ്, അത് വെച്ചുകൂടി നമുക്കൊന്ന് കണക്കൂട്ടി നോക്കാം. നോക്കൂ, എങ്ങനെ വെച്ച് നോക്കിയാലും നമ്മൾ സംസാരിച്ചത്, അതായത് പ്രൈസ് ആക്ഷൻ വെച്ച് നമ്മൾ എന്താണോ ഇവിടെ സംസാരിച്ചത് അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. മാർക്കറ്റ് ഇനി നാളെ ഒരു ഗ്യാപ് ഡൗൺ സംഭവിച്ച് താഴേക്ക് വന്നാൽ 23,260 ആ റേഞ്ച്, അല്ലെങ്കിൽ അതിന് തൊട്ട് താഴെ വരാം ഒരു പക്ഷേ. അതിനുശേഷം ഇത് മുകളിലേക്ക് വന്നത് സപ്പോർട്ട് റേഞ്ച് ആയിട്ട് നോക്കുമോ നിങ്ങൾ തീർച്ചയായിട്ടും നോക്കുക. നമ്മൾ നേരത്തെ വരച്ച അതേ കാര്യങ്ങൾ തന്നെയാണ് ഈ ഫെബിനകത്തും കാര്യങ്ങൾ സംസാരിക്കുന്നത്. ഇനി മാർക്കറ്റ് മുകളിലേക്ക് റീട്രേസ് ചെയ്ത് പോയാൽ തന്നെ നോക്കൂ, ഈ ഫെബിൻ്റെ ഈ ഒരു റേഞ്ച് നിങ്ങൾക്ക് നോക്കാം. അതൊരു റെസിസ്റ്റൻസ് ആയിട്ട് എടുത്ത് അവിടെ നിന്ന് റീട്രേസ് ചെയ്ത് മാർക്കറ്റ് താഴേക്ക് വീഴുകയാണോ എന്ന് തീർച്ചയായിട്ടും നോക്കാം. ഫെബ് റേറ്റ് വെച്ച് ഏറെക്കുറെ റേഞ്ച് കാണിക്കുന്ന ഒരു 23,600 എന്ന റേഞ്ചാണ്. മാർക്കറ്റ് പരമാവധി മുകളിലേക്ക് പോയാലും 23,600 എന്നത് അതിശക്തമായ റെസിസ്റ്റൻസ് ആയിട്ട് നിൽക്കുമെന്ന് തന്നെയാണ് ഫെബിനോസി റീട്രേസ് വെച്ച് നമുക്ക് നോക്കിയാലും കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ മാർക്കറ്റ് ഈ റേഞ്ചൊക്കെ ബ്രേക്ക് ചെയ്താൽ, അതായത് 23,265 എന്ന റേഞ്ച് ബ്രേക്ക് ചെയ്താൽ തീർച്ചയായിട്ടും മാർക്കറ്റ് 22,800 എന്ന റേഞ്ചിലേക്ക് വരുമെന്ന കാര്യം പ്രത്യേകം ഓർക്കുക. അതുപോലെ തന്നെ ഇന്ത്യ വിക്സിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ 1491 ഇന്ത്യ വിക്സ്. നാളെ മാർക്കറ്റ് ക്രാഷ് ആവുന്ന സമയത്ത് തീർച്ചയായിട്ടും വിക്സ് ഒക്കെ നല്ല രീതിയിൽ സ്പൈക്ക് ചെയ്യാനും സാധ്യത വളരെയേറെയാണ്. നേരെ നമുക്ക് USD INRലേക്ക് പോകാം. USD INRന്റെ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ നോക്കൂ, എങ്ങനെയാണ് പിന്നെ FIS ഇവിടെ നിന്ന് സെല്ല് പോകാതിരിക്കുന്നത്? നല്ല രീതിയിലുള്ള സെല്ലിങ്ങിനുള്ള കാരണം ഇത് തന്നെയാണ്. നമ്മൾ US ഡോളറിനെതിരെ ഇന്ത്യൻ റുപ്പീസിന്റെ ഒരു സ്ട്രെങ്ത് കുറയുന്നു, നല്ല രീതിയിൽ കുറഞ്ഞിരിക്കുന്നു. 86.14 അതായത് ഒരു US ഡോളറിന് 86 രൂപ 14 പൈസ എന്ന അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു. തീർച്ചയായിട്ടും FIS ഒന്നും ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ ഒട്ടും താല്പര്യം കാണിക്കില്ല എന്ന് തന്നെയാണ് ഈ ഡേറ്റ പറയുന്നത്. ഇത് പറഞ്ഞപ്പോൾ മറ്റൊരു കാര്യം കൂടി ഞാൻ ഓടിച്ചിട്ടെന്ന് പറയുകയാണ്. ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞിരുന്നു നിഫ്റ്റിയെ സംബന്ധിച്ച്. എന്തായിരുന്നു പറഞ്ഞിരുന്നത്? നിഫ്റ്റിയെ സംബന്ധിച്ച് പറഞ്ഞിരുന്നത് മാർക്കറ്റ് ഒരു ബുള്ളിഷ് മൊമെന്റത്തിലേക്ക് വരണമെങ്കിൽ എവിടേക്ക് പോകണമെന്ന് പറഞ്ഞു? 24,226 മുകളിൽ പോകണമെന്ന് പറഞ്ഞു അല്ലേ? ഈ സമയത്ത് നിങ്ങൾ മറ്റൊരു ഡേറ്റ കൂടി നോക്കണം. ഇതിനൊപ്പം FISന്റെ ബൈയിങ് അവർ തിരിച്ചു വരുന്നുണ്ടോ എന്നുകൂടി നിങ്ങൾ നോക്കിയിട്ടേ ഇതൊക്കെ ഒരു ബുൾ മൊമെന്റമായിട്ട് നിങ്ങൾ കൺഫേം ചെയ്യാൻ പാടുള്ളൂ എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. നമ്മൾ നേരെ ഇനി യുഎസിന്റെ 10-year ഗവൺമെന്റ് ബോണ്ട് ഈൽഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നോക്കൂ, 4.76 എന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഗവൺമെന്റ് ബോണ്ട് ഉള്ളതെന്ന് കാണുവാൻ സാധിക്കുന്നു. നല്ല രീതിയിൽ അത് ഉയർന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും FIS ഒക്കെ വളരെ സേഫ് ആയിട്ടുള്ള പൊസിഷൻ എന്ന രീതിയിൽ ഇന്ത്യയിൽ നിന്നൊക്കെ നല്ല രീതിയിൽ അവർ സെല്ലിംഗ് നടത്തിയ ശേഷം ഈ US ഗവൺമെന്റ് ബോണ്ട് ഈൽഡിലൊക്കെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിരിക്കും അവർ താല്പര്യം കാണിക്കുക. അതായത് ഓൾറെഡി നമ്മളുടെ മാർക്കറ്റ് ഒരു ഓവർ ബോട്ടിലാണ് നിൽക്കുന്നത് അല്ലേ? ആ ഒരു അവസ്ഥയിൽ, അതായത് ശരിക്കും ഹയർ വാല്യുവേഷൻ എന്നൊക്കെ പറയാം, അതാണ് അതേ രീതിയിൽ നിൽക്കുന്ന ഒരു മാർക്കറ്റാണ്. ഒരുപാട് നമ്മുടെ മാർക്കറ്റ് ഇനി താഴേക്കൊക്കെ വന്നാൽ മാത്രമേ ശരിക്കും അവർ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്യൂ. കാരണം FIS ഒക്കെ ഇത്രയും നാളും അത് ഇൻവെസ്റ്റ് ചെയ്ത് നല്ലൊരു പ്രോഫിറ്റിൽ മാർക്കറ്റ് 2024 നല്ല രീതിയിൽ മുകളിലേക്ക് പോയി നല്ല രീതിയിൽ ഒരു പ്രോഫിറ്റിന്റെ ഒരു അവസ്ഥയിലായിരുന്നു അവർ. തീർച്ചയായിട്ടും അവരത് ബുക്ക് ചെയ്യുക എന്നത് അനിവാര്യം തന്നെയാണ്. അത് തന്നെയാണ് അവർ നടത്തുന്നത്. കൂനിന്മേൽ കുരു എന്ന രീതിയിൽ, അതായത് നമ്മളെ പോലെയുള്ള ആളുകൾക്കാണ് US അവർക്ക് അനുകൂലകരമായിട്ടുള്ള ചില കാര്യങ്ങൾ വരികയും ചെയ്യുന്നു. നോക്കൂ, ഇവിടെ ട്രംപ് അധികാരത്തിലേക്ക് വരുന്നു, അതുപോലെ തന്നെ അവരുടെ ഗവൺമെന്റ് ബോണ്ടുകളുടെ ശക്തമായിട്ട് ഉയരുകയും ചെയ്യുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ഒരു സേഫ് പൊസിഷൻ എന്ന രീതിയിൽ അവർ തീർച്ചയായിട്ടും ചെയ്യുന്നത് എന്തായിരിക്കും? ഗവൺമെന്റ് ബോണ്ടിൽ അവിടെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണ് അവർ ചെയ്യുന്നത്. ഇവിടെ പലപ്പോഴും നമ്മളൊക്കെ ട്രേഡ് ചെയ്യുമ്പോൾ പലരും പറയാറുണ്ട്, എനിക്ക് 1 ലക്ഷം രൂപ കൊണ്ട് എനിക്ക് 2-4 ലക്ഷം ഒക്കെ ഉണ്ടാക്കണമെന്ന്. ഒരിക്കലും അങ്ങനെയല്ല. നോക്കൂ, FISനെ പോലെയുള്ള ആളുകൾ പോലും അവർ ഉദ്ദേശിക്കുന്നത് ഒരു ഫിനാൻഷ്യൽ ഇയറിൽ അവർക്ക് എങ്ങനെ വന്നാലും ഒരു 17-18% ഉണ്ടാക്കുക എന്ന് മാത്രമാണ് അവരുടെയൊക്കെ ലക്ഷ്യം. ശരിക്കും ട്രേഡ് ചെയ്യുമ്പോൾ നിങ്ങളിത് പഠിച്ച് ചെയ്യുക. അത് മാത്രമായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം. ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യണം, നമുക്ക് ബാങ്ക് ഇൻട്രസ്റ്റിനെ ബീറ്റ് ചെയ്യണം. നമുക്കൊരു 20% നിങ്ങൾ ട്രേഡ് ചെയ്ത് ഉണ്ടാക്കുകയാണ് ഒരു ഫിനാൻഷ്യൽ ഇയർ എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു നല്ല ട്രേഡർ ആണെന്ന് പറയാം. അത് തന്നെയാണ് FISനെ പോലെയുള്ള ആളുകൾ ശ്രമിക്കുന്നത്. പക്ഷേ ഇവിടെ പലപ്പോഴും ലോക്കലായിട്ടുള്ള ആളുകൾ ഒരുപാട് പൈസ കൊണ്ട് കളയുന്നത് വലിയ ഒരു ആർത്തി അവിടെ കാണിക്കുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് 1 ലക്ഷം കൊണ്ട് 10-20 ലക്ഷം ഉണ്ടാകണമെന്നുള്ള ഒരു തോന്നൽ അവിടെ ഉണ്ടാകുന്നത് കാരണമാണ്. നിങ്ങൾ മറ്റൊരു കാര്യം ആലോചിക്കുക, നിങ്ങൾ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഒരു 18-20% നിങ്ങൾ ട്രേഡ് ചെയ്തുണ്ടാക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തുണ്ടാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു 4 വർഷം കൊണ്ട് ഏറെക്കുറെ 4-5 വർഷം കൊണ്ട് നിങ്ങളുടെ ക്യാപിറ്റൽ ഡബിൾ ആവുക എന്ന കാര്യം നിങ്ങളത് മനസ്സിലാക്കുന്നില്ല.
തീർച്ചയായിട്ടും ക്യാപിറ്റൽ ഒരു ഘടകമാണ്. ക്യാപിറ്റൽ എത്ര ഇടുന്നോ അത് ഡബിൾ ആകും എന്ന കാര്യം ഓർക്കുക. കൂടുതൽ നമ്മൾ ആർത്തിയിലേക്കല്ല പോകേണ്ടത്. നമ്മൾ എപ്പോഴും ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഒരു 20% അല്ലെങ്കിൽ അതിന് മുകളിലോട്ട് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ബെറ്റർ ആണ്. 20% എങ്കിലും മിനിമം എടുത്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു ട്രേഡറാണ് നിങ്ങളെന്ന് പറയാം, അല്ലെങ്കിൽ നല്ലൊരു ഇൻവെസ്റ്റർ ആണെന്ന് പറയാം. ഇനി നമുക്ക് ഗോൾഡിന്റെ കേസിലേക്ക് വരാം. ഗോൾഡിന്റെ കേസിലേക്ക് വന്നാലും ഗോൾഡ് പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ഒക്കെ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ മാർക്കറ്റിലുള്ള ആ ഒരു ബെയറിഷ് തന്നെയാണ് ഇവിടെ ഈ കാണിക്കുന്നത്. കാരണം കൂടുതൽ ആളുകൾ ഇക്വിറ്റീസ് എന്നൊക്കെ സെല്ല് ചെയ്ത ശേഷം ഇവിടെ എവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു? ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നാണ് ഇവിടെ കാണുവാനും സാധിക്കുന്നത്. അപ്പോൾ മൊത്തത്തിലുള്ള ഡേറ്റകൾ അത്ര സുഖകരമല്ല കഥ പറയുന്നത്. അതായത് ഒരു ലോങ് ടൈമിലേക്കുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ ലോങ് ടൈം എന്നാൽ ഏറെക്കുറെ ഒരു 6 മന്തെങ്കിലും നമുക്ക് എടുക്കാം. ആ ഒരു 6 മന്തിനുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നത് അത്ര ശുഭകരമല്ലാത്ത രീതിയാണ്. പക്ഷേ ലോങ് ടൈം, അതായത് 1 വർഷം 2 വർഷമൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത ആളുകളെ സംബന്ധിച്ച് നിങ്ങൾ അതായത് അത്രയും നാളത്തേക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് പേടിക്കാനൊന്നുമില്ല. കാരണം മുന്നോട്ടുള്ള കാലഘട്ടത്തിലൊക്കെ നമ്മുടെ മാർക്കറ്റ് മുകളിലേക്ക് തന്നെയാണ് പോകുന്നത്. പക്ഷേ ഒരു ഷോർട്ട് ടൈം പീരീഡ് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ അത്ര സുഖകരമല്ലാത്ത രീതിയാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. നമുക്ക് നേരെ നിഫ്റ്റിയുടെ OA ബിൽഡപ്പിലേക്ക് വരാം. പക്ഷേ OA ബിൽഡപ്പിലേക്ക് വരുമ്പോൾ ഇന്ന് എന്തോ ടെക്നിക്കലി ചില വിഷയങ്ങളുണ്ട് OA ബിൽഡപ്പിന്. അതുകൊണ്ട് നമുക്ക് വ്യക്തമായിട്ട് അത് കാണുവാൻ സാധിക്കുന്നില്ല. സാരമില്ല, നമുക്ക് ഈ ഒരു ലെവൽ നോക്കാം. ഈ ലെവൽ വെച്ച് നോക്കിയാൽ തന്നെ നമുക്ക് 23,500 എന്നത് നല്ലൊരു റെസിസ്റ്റൻസ് ആയിട്ട് മാറുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നത്. ഇനി 500 ആയിക്കോട്ടെ 600 ആയിക്കോട്ടെ പ്രധാനപ്പെട്ട നല്ലൊരു റെസിസ്റ്റൻസ് ആയിട്ട് മാർക്കറ്റ് മാറുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നുണ്ട്. PCR നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ബെയറിഷ് തന്നെയാണ്. 0.7 മാർക്കറ്റ് മാറിയിരിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. പക്ഷേ തിങ്കളാഴ്ച മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു OA ബിൽഡപ്പ് ഒക്കെ മാറി വരാൻ സാധ്യതയുണ്ട്. കാരണം 500 എന്ന റേഞ്ച് അതിശക്തമായിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ആയിട്ട് മാറാനുള്ള സാധ്യത വളരെയേറെയാണെന്ന് സാരം. താഴേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞതാണ് എവിടെയാണ് സപ്പോർട്ട് വരാനുള്ള സാധ്യതയെന്നല്ലേ. ഇനി നമുക്ക് നേരെ FIAസിൻ്റെ ഒരു ഡേറ്റയിലേക്ക് പോകാം. FIAസിൻ്റെ ഡേറ്റയിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് നേരെ ഇനി ക്യാഷ് മാർക്കറ്റിലേക്ക് തന്നെ ആദ്യം പോകാം. നോക്കൂ, ക്യാഷ് മാർക്കറ്റിലേക്ക് വരുമ്പോൾ നമുക്ക് നോക്കാനൊന്നുമില്ല, തുടർച്ചയായിട്ട് സെല്ലിംഗ് ആണ്. നോക്കൂ, ജനുവരിയിൽ നല്ല രീതിയിലുള്ള സെല്ലിംഗ്, അതുപോലെ തന്നെ കഴിഞ്ഞ ഡിസംബറിൽ സെല്ലിംഗ് ആയിരുന്നു. അതുപോലെ തന്നെ ജനുവരിയിൽ ഒരു ആശ്വാസം കിട്ടുമെന്ന് കരുതിയെങ്കിൽ ജനുവരിയിൽ അവർ കുറച്ചുകൂടി കൂട്ടുന്ന രീതിയിലാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ നല്ലൊരു സെല്ലിങ്ങിലേക്ക് മാർക്കറ്റ് നീങ്ങുന്നു, ക്യാഷ് മാർക്കറ്റിൽ നിന്ന് കാണുവാൻ സാധിക്കുന്നു. നേരെ സമ്മറി എടുത്ത് നമ്മൾ FNOയിൽ എന്താണ്, ഇൻഡെക്സ് ഓപ്ഷനിൽ എന്താണ് FIS ചെയ്തിരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ കാൾ ഓപ്ഷൻ അവരിവിടെ സെല്ല് ചെയ്തിരിക്കുന്നത് 14,000 സംതിങ് ആണ് എങ്കിൽ നേരെ നോക്കൂ, പുട്ട് ഓപ്ഷൻ അവർ ബൈ ചെയ്തിരിക്കുകയാണ്. കാരണം മാർക്കറ്റ് മൊമെന്റത്തിൽ താഴേക്ക് വീഴാനുള്ള സാധ്യതയുണ്ട് എന്ന രീതിയിലാണ് അവരിവിടെ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. 3 ലക്ഷത്തി സംതിങ് ആണ്, അത് ബെയറിഷ് ആണെന്ന് കാണുവാൻ സാധിക്കും. നേരെ പ്രോസിന്റെ കേസ് എടുത്താലോ അതും അതുപോലെ തന്നെയാണ്. കോൾ ഓപ്ഷൻ സെല്ല് ചെയ്തിരിക്കുന്നത് ഒരു 3.5 ലക്ഷത്തിനാണെങ്കിൽ, പുട്ട് ഓപ്ഷൻ ആണെങ്കിൽ അവർ ബൈ ചെയ്തിരിക്കുന്നത് 2.34 ലാഖിനാണ്. ഇത് രണ്ടും നല്ല ഒരു ബെയറിഷിലേക്ക് മാർക്കറ്റ് മാറുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. ഇവിടെ പ്രോസിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ അവർ നല്ലൊരു ബുള്ളിഷിലേക്ക് നീങ്ങുന്ന കാണുമ്പോഴേ നമുക്കറിയാം മാർക്കറ്റ് ഒരു ബെയറിഷിലോട്ട് നീങ്ങാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് എന്ന്. അപ്പോൾ ഡേറ്റകൾ കഥ പറയുന്നത് വീണ്ടും ഒരു ബെയറിഷ് രീതിയിൽ തന്നെ മാർക്കറ്റ് നിൽക്കും എന്ന രീതിയാണ് ഡേറ്റകൾ കഥ പറയുന്നത്. ശരിക്കും എന്തെങ്കിലും ഒരു അത്ഭുതം സംഭവിക്കണം, വളരെ പ്രധാനപ്പെട്ട ന്യൂസുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചൊരു അത്ഭുതം സംഭവിച്ചാൽ മാത്രമേ ഉള്ളൂ മാർക്കറ്റ് അതിശക്തമായ ഒരു ബുള്ളിഷിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യതയുള്ളൂ എന്നാണ് ഡേറ്റകൾ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ഫെബ്രുവരി 1-ാം തീയതി വരുന്ന നമ്മുടെ ബജറ്റ് ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെയൊക്കെ നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മാർക്കറ്റ് ശക്തമായി റിക്കവർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്കിനി FIAസിൻ്റെ ഫ്യൂച്ചറിലുള്ള ഒരു ആക്ടിവിറ്റീസ് എങ്ങനെയാണെന്ന് നോക്കാം. നോക്കൂ, അവർ ഫ്യൂച്ചറിൽ കൂടുതൽ ഓരോ ദിവസം കഴിയും തോറും അല്ലെങ്കിൽ ആഴ്ച കഴിയും തോറും അവർ ഇവിടെ കൂടുതൽ സെല്ലിങ്ങിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതും അത്ര ശുഭകരമല്ല നമുക്ക് ഇവിടെ നിന്ന് കാണുവാൻ സാധിക്കുന്നു. നേരെ നമുക്ക് പ്രോസിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കാം. പ്രോസ് ഇത്രയും നാളും ഒരു ന്യൂട്രൽ റേഞ്ചിലായിരുന്നു അവരുടെ സെല്ലിങ്ങിലെങ്കിൽ അവരും വളരെയധികം കൂട്ടിയതായിട്ട് കാണുവാൻ സാധിക്കുന്നു. ഫ്യൂച്ചറിൽ അവർ പ്രോസും കൂടുതൽ സെല്ലിങ്ങിലേക്ക് പോകുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ ഇതാണ് ഡേറ്റ. അപ്പോൾ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട്. മാർക്കറ്റിൽ ശക്തമായ ഷോർട്ട് കവറിംഗ് മുകളിലേക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ മുകളിൽ നിന്നും സെല്ല് ചെയ്യാനുള്ള, അല്ലെങ്കിൽ മുകളിൽ നിന്ന് താഴേക്ക് മാർക്കറ്റ് വരും എന്ന രീതിയിലുള്ള സ്ട്രാറ്റജികൾ യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്നതാണ് കാണുവാൻ സാധിക്കും. നേരെ നമുക്ക് NSEയിലുള്ള OA ബിൽഡപ്പ് നമുക്കൊന്ന് നോക്കാം. ഇവിടെ കോൾ ഓപ്ഷൻ 16 ലക്ഷം സംതിങ് ആണെങ്കിൽ നോക്കൂ, ഇവിടെ പുട്ട് ഓപ്ഷൻ എന്നത് 12 ലക്ഷമാണ്. ശരിക്കും കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വലിയൊരു ബെയറിഷിലോട്ട് മാർക്കറ്റ് വരുമെന്ന രീതിയിലുള്ള ഒരു OA ബിൽഡപ്പ് വന്നിട്ടില്ല. പക്ഷേ അത് തിങ്കളാഴ്ച മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു പക്ഷേ വളരെ കൂടുതലായിട്ട് ഈ OA ബിൽഡപ്പ് ഒക്കെ ചേഞ്ച് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ബെയറിഷിലേക്ക് മാർക്കറ്റ് മാറും എന്ന രീതിയിലുള്ള ആ ഒരു OA ബിൽഡപ്പിനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് സാരം. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ തിങ്കളാഴ്ചത്തെ മാർക്കറ്റ് വ്യക്തമായിട്ട് വാച്ച് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന റെസിസ്റ്റൻസും സപ്പോർട്ടും ഒക്കെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിനും അത് ഗുണം തന്നെയാണ്. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യത്തിലായാലും ഇതുപോലുള്ള പ്രധാനപ്പെട്ട റേഞ്ചുകളൊക്കെ മാർക്ക് ചെയ്ത് തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതൊരു ഷോർട്ട് ടൈമിലുള്ള കാര്യമാണ് പറയുന്നത്. ലോങ് ഇൻവെസ്റ്റേഴ്സിന് ഒരു വിഷയമല്ല.
ലോങ്ങിലൊക്കെ എങ്ങനെ ആയാലും നമ്മുടെ മാർക്കറ്റ് ഭാവിയിൽ മുകളിലേക്ക് തന്നെ പോകും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. കോവിഡ് കാലഘട്ടത്തിലൊക്കെ എവിടെ കിടന്ന മാർക്കറ്റാണ് ഇപ്പോൾ വന്നു നിൽക്കുന്നത് എന്ന് ആലോചിക്കുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും മാർക്കറ്റിനെ പഠിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ കോഴ്സ് മുന്നോട്ട് പോകുന്നുണ്ട്. വളരെ സിമ്പിളായിട്ട് മലയാളത്തിൽ നിങ്ങൾക്ക് ഡെറിവേറ്റീവ് മാർക്കറ്റിനെ കുറിച്ച് മനസ്സിലാക്കി തരുന്ന ഒരു കോഴ്സാണിത്. റെക്കോർഡഡ് വീഡിയോ ആണ്, പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആണ്. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു സിമ്പിൾ കോഴ്സാണ്. ഈ കോഴ്സ് എടുത്താൽ നിങ്ങൾക്ക് വേറൊരു കോഴ്സ് തേടി പോകേണ്ടി വരില്ല എന്ന ഉറപ്പ് ഞങ്ങൾക്ക് നൽകാൻ സാധിക്കും. കേരളത്തിലെ ഏറ്റവും ചെറിയ ഫീസ് ഈടാക്കിക്കൊണ്ടാണ് ഈ കോഴ്സ് നിങ്ങൾക്ക് നൽകുന്നത്. ഇത് പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആണ്. ഇത് നിങ്ങളുടെ സമയം അനുസരിച്ച് സമാധാനത്തെ കണ്ടാൽ മതിയാവും ഈ കോഴ്സ് എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. നിങ്ങൾക്ക് ലൈഫ് ലോങ് സപ്പോർട്ടും ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ആഴ്ചയിലെ മാർക്കറ്റിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും അടുത്ത ആഴ്ച നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.